ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ്. ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ. വിവിധ തരം ഫേഷ്യലുകൾ, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു. സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം. ആഘോഷങ്ങൾ എന്തുമാവട്ടെ, ഇനി അണിഞ്ഞൊരുങ്ങാം ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം. ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ, രാജപ്രഭ ആർക്കേഡ്, ചേലക്കര. ഫോൺ 9447593311. ആറ്റൂർ പാറപ്പുറം ഭാഗത്തിറങ്ങിയ കാട്ടാന ബൈക്ക് യാത്രികന് നേരെ തിരിയുകയും വിവിധ പറമ്പുകളിൽ കയറി നാശം വിതയ്ക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് പാറപ്പുറം പ്രദേശത്ത് കാട്ടാന എത്തിയത്. പാലപ്പിള്ളി വാസുദേവൻ എന്നയാളുടെ പറമ്പിൽ കാട്ടാനയെത്തി വാഴയും തെങ്ങും നശിപ്പിച്ചു. വിവിധ പറമ്പുകളിലെ കമ്പിവേലി തകർത്ത കാട്ടാന കല്ലാട്ട് മുരളിയുടെ പറമ്പിൽ കയറി 4 മതിൽ തകർത്തു. ഒരു ശബ്ദം കേട്ടു, അങ്ങനെ അങ്ങ് ഇതായി. പിന്നെ അപ്പോഴേക്കാ ഫോറസ്റ്റുകാർ വന്നിട്ട് ഇവിടെ ലൈറ്റും ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കുറേ നേരം ഇവിടെ ഉണ്ട്, ആന ഇവിടെ ഉണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു. അങ്ങനെ കുറേ അവരിവിടെയൊക്കെ തെരഞ്ഞു, നോക്കി കണ്ടില്ല. എന്നിട്ട് ഒരു ആൾക്കാരൊക്കെ അവിടേക്കും അപ്പോൾ ബഹളം കൂട്ടുണ്ടായിരുന്നു അവിടെ മെയിൻ റോഡിൽ. എന്നിട്ട് ഇവിടുന്ന് പടക്കം പൊട്ടിച്ച് പിന്നെ അവർ ഇവിടെ ഒന്നും ഇപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു. അപ്പോൾ രാവിലെ അത് ഞങ്ങൾ കണ്ടുള്ളൂ. ഇവിടേക്ക് പാല് കൊണ്ടുവരുന്ന വിനീഷ് ഉണ്ട്. വിനീഷ് പറഞ്ഞു, വേട്ട ഇവിടെ ആന കയറിയിട്ടുണ്ടല്ലോ എന്നുണ്ട്. അത് കണ്ടിട്ടില്ല എന്ന് വെച്ചു. ഞാൻ പിന്നെ ഇപ്പം 6 മണിക്കാണേ അവിടെ കയറി വരുന്നിടത്തൊരു വാഴ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വന്ന് ഇവിടെ ഒരു ചെറിയ തെങ്ങും തൈ ഉണ്ട്. ആ തെങ്ങൻ തൈൻ്റെ കൊമ്പ് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ഇടയ്ക്കിൽ വേറൊരു വാഴയും കൂടെ നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അടുത്ത തൊടിയിലേക്ക് കയറി പോയി. കാട്ടാന റോഡിലേക്ക് ഇറങ്ങുകയും ഇരുചക്ര വാഹന യാത്രികനായ പ്രദേശത്തെ അനീഷ് എന്നയാൾ കാട്ടാനയുടെ മുൻപിൽപ്പെടുകയും വാഹനം റോഡിലിട്ട അനീഷ് ജീവനും കൊണ്ടോടി രക്ഷപ്പെടുകയുമായിരുന്നു. ഞാൻ ഇന്നലെ പണി കഴിഞ്ഞ് വരുമ്പോൾ കടയിൽ കയറി, കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച്, അപ്പോൾ ഇവിടെ എല്ലാവരും മറ്റേ ആന ഇറങ്ങിയിട്ടുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അവർ മറ്റേ മുക്കലകാട് ഭാഗത്തേക്ക് അങ്ങനെ പോയിണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ കൂടെ ചെല്ലാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് മേടിച്ച സാധനങ്ങൾ വീട്ടിൽ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ മൊബൈൽ എടുക്കാൻ തിരിച്ച് ഒരു 10 അടി ഇങ്ങോട്ട് പോന്നിട്ട് തിരിച്ച് മൊബൈൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ തിരിച്ചിങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് ആന മുമ്പിൽ പെട്ടു. അങ്ങനെ അതിൻ്റെ നേരെ മുട്ടിൽ പോയിട്ട് നിന്നപ്പോൾ പെട്ടെന്ന് ചിഹ്നം വിളിച്ച് എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ഞാൻ ബൈക്ക് വിട്ടിട്ട് ഓടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഓടി മറ്റേ അടുത്തുള്ള ഒരു വീട്ടിലെ ചേച്ചി എൻ്റെ നിലവിളി കേട്ടിട്ട് വീട് തുറന്നു തന്നു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത്. ബൈക്കിൻ്റെ അടുത്തേക്ക് ആന പാഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ബൈക്കിനെ തള്ളി നീക്കിയിട്ട് എൻ്റെ പിന്നാലെ കുറച്ച് ദൂരം വന്നു. എന്നിട്ട് അങ്ങനെ വളപ്പിലേക്ക് ചാടി പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അധികാരികളോട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ ആനശല്യം. പക്ഷേ ഇതുവരെ അവരാരും അത് വേണ്ട രീതിയിൽ ഗവനിച്ചിരുന്നില്ല. ഇന്നലെ നമ്മുടെ കൂട്ടത്തിലൊരു ആളെ ആന കുത്താൻ ഓടിക്കുകയും ബൈക്ക് മറിഞ്ഞു വീഴുകയും ഈ ബൈക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ ഞങ്ങൾ നാട്ടുകാർ ഇവിടെ റോഡ് ഉപരോധിച്ചിട്ടുണ്ടായിരുന്നു. റോഡ് ഉപരോധിച്ച് മറ്റ് ആളുകൾക്ക് അത് അവരുടെ ജീവിതത്തെ ബാധിച്ചു എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ പോലീസ് വന്നത്, ഇവിടെ ഫോറസ്റ്റ് വന്നത്, ഇതിൻ്റെ അധികാരികൾ നമ്മളെ വിളിച്ചിട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. മാത്രമല്ല മാധ്യമ സുഹൃത്തുക്കൾ വളരെ നല്ല രീതിയിൽ വാർത്ത കൊടുക്കുകയും അത് മറ്റ് അധികാരികളുടെ മുമ്പിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുകയും ചെയ്തപ്പോൾ ഫോറസ്റ്റിൻ്റെ പ്രതിനിധികളിലൂടെ എത്തി, അതേപോലെ തന്നെ പോലീസുകാരുടെ പ്രതിനിധികളിലൂടെ എത്തിയതിന് ശേഷം നമ്മൾ അവരായിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്ന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നമ്മൾ ഈ സമരം അവസാനിപ്പിക്കുന്നത്. അതിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് അകമല ഔട്ട് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്. എങ്കക്കാട്ടേക്ക് വിളിച്ചിട്ട് വേണം ഇപ്പോൾ ഫോറസ്റ്റുകാർ ഇവിടെ എത്താൻ വേണ്ടി. എങ്കക്കാട് നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ആന ഇവിടെ നാശനഷ്ടം വിതച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ടാവും. ആ ഒരു സമയം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അകമല ഔട്ട് പോസ്റ്റ് തുറന്നു തരാമെന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു ഉറപ്പിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഇന്നലെ പ്രധാനമായിട്ടും സമരം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെയൊക്കെ കാണുന്നത് മതിൽ പൊളിച്ചിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്, പിന്നെ പല വീടുകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും ജീവിതത്തെ ദിനംപ്രതി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പലർക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, വൈകുന്നേരങ്ങളിൽ നേരം വൈകി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥ, ഇനി കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ടൊന്ന് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ, പ്രായമായവരും അസുഖമുള്ളവരുള്ള അവസ്ഥ, ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനുള്ള സൗകര്യം, രാത്രി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ വാഹനം വരാൻ പോലും
ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഇതൊക്കെ ഈ നാട്ടിലുണ്ട്. ഞങ്ങളിത് പറയുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരു തമാശയായിട്ട് അതിനെടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സ്ഥിതി വളരെ ഗുരുതരമാണ്. ഇനി ആനയുടെ മുമ്പിൽ പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് അധികാരികൾ കണ്ണു തുറക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിനി കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾക്ക് വളരെയധികം പരാതികളുണ്ട്. കാരണം ഞങ്ങൾ ഈ പരാതി കൊടുത്ത് ഇത്ര കാലമായിട്ടും ഞങ്ങളുടെ ഭാഗത്തേക്ക് അന്വേഷിച്ചിട്ട് ഒരാൾ പോലും ഈ ഒരു ആറ്റൂര് വില്ലേജിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടില്ല. അത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോഴാണ് നമുക്ക് പലരുടെ ഭാഗത്തുനിന്നും എന്താണ് ഇവിടെ സംഭവം എന്ന് പോലും ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ള കാര്യം, ഞങ്ങൾ സമരരംഗത്ത് തന്നെയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ ഉപരോധം ഞങ്ങൾ താൽക്കാലികമായിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളിത് തുടർന്നുകൊണ്ട് പോവും. ഇനി ഒരു കാട്ടാനാക്രമണം ഉണ്ടായി നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ അധികാരികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും റോഡ് ഉപരോധം പോലെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കും. കാരണം ഞങ്ങൾക്ക് സ്വൈരമായിട്ട് ഇവിടെ കടന്നുറങ്ങണം, ഞങ്ങളുടെ വീട്ടുകാർക്ക് സ്വൈരമായിട്ട് ഇവിടെ ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സമരം പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുന്നതുവരെ ഞങ്ങൾ സമരരംഗത്തുണ്ടാവും.